വയനാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചേച്ചി നടത്തുന്ന ഒരു ഹോം സ്റ്റേ. അതിനോട് ചേർന്ന് കുറച്ച് കാപ്പിത്തോട്ടവും വയലും ഇതൊക്കെ ഉണ്ട്. അവിടെ വരുന്ന സായിപ്പന്മാരുണ്ട്. ഈ സായിപ്പന്മാരാണ് അവിടെ പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്നതിന് മണിക്കൂറിന് ഇത്ര $1 വെച്ച് ഈ ചേച്ചി വാങ്ങുകയും ചെയ്യും. ഈ ചേച്ചി 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അവർക്കുള്ള ബുദ്ധി നമ്മൾ കാണിക്കണ്ടേ? ഇവിടെ വന്ന് ദേ ആർ ലുക്കിംഗ് ഫോർ എക്സ്പീരിയൻസ്. നമ്മളെ റൂമല്ല അവർക്ക് വേണ്ടത്. അപ്പോൾ യൂറോപ്പിലൊക്കെ സ്ട്രോബെറി പ്ലക്കിങ് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ദീസ് ആർ ആക്ടിവിറ്റീസ്. നമ്മൾ പുറത്ത് ടൂറിസം പോകുമ്പോൾ വേറെ രാജ്യത്ത് പോകുമ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ വൈ നോട്ട് ഇൻ കേരള അല്ലേ? വൈ നോട്ട് ഇൻ കേരള. പക്ഷേ എക്സ്പീരിയൻസ് കൊടുക്കണം. എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ ആക്ടിവിറ്റി വേണം. ആക്ടിവിറ്റി എന്താ ചെയ്യണം? റബ്ബർ വെട്ടാൻ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ ഇവരെ? ഒന്നത് മാത്രമല്ല, റബ്ബറിൽ നിന്ന് കിട്ടുന്ന ഇൻകം, നമ്മൾ പീപ്പിൾ ഷുഡ് ഹാവ് ദ ഫ്രീഡം ടു ചൂസ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. അതായത് നമ്മൾ അനുവദിക്കും. ആരാ നമ്മളെ അനുവദിക്കാൻ? നമ്മൾ അനുവദിക്കും, ഇത് അനുവദിക്കില്ല, ബാൻ ചെയ്യുന്നു, അതാക്കുന്നു. യു വാണ്ട് ടു കൺട്രോൾ എവറിത്തിങ്. നിയന്ത്രിച്ച് നമ്മൾ വിചാരിക്കും നിയന്ത്രിക്കുന്നത് വലിയ തോട്ട് ഔട്ടായിട്ട് നിയന്ത്രിക്കുകയാണെന്ന്. ഒന്നുമല്ല. നിയന്ത്രിക്കുന്നത് മിക്കതും അൺസയൻറ്റിഫിക് ആയിട്ടുമാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ വളരെ അൺസയൻറ്റിഫിക് ആയിട്ട് മോണോക്രോപ്പ് കേരളത്തിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എത്ര കാലമായി. ഇത് സായിപ്പ് തുടങ്ങി വെച്ചതാണ്. സായിപ്പിന് അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ചായത്തോട്ടം ഉണ്ടാക്കി, ഫൈൻ, അതുവരെ നമുക്ക് മനസ്സിലാക്കാം. വൈ ആർ വി ഡൂയിങ് ഇറ്റ്?